വിശുദ്ധ ലൂക്കാ സുവിശേഷം അധ്യായം 14. അക്കാലത്ത് തന്നെ ക്ഷണിച്ചവരോട് യേശു പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്തേക്കാം. എന്നാൽ നീ സദ്യ കൊടുക്കുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകുവാൻ അവിടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കരുണയെ ധ്യാനിക്കാം. ക്രിസ്തു എല്ലായ്പ്പോഴും ദരിദ്രരോട്, ബലഹീനരോട്, രോഗികളോട് പക്ഷം ചേരുന്നുണ്ട്. യേശു പറയുന്നു, നീ വിരുന്ന് കൊടുക്കുമ്പോൾ തിരികെ നിനക്ക് നൽകാൻ കഴിവില്ലാത്തവരെ ക്ഷണിക്കുകയും അവർക്കായി നീ സദ്യ ഒരുക്കുകയും ചെയ്യുക. അപ്പോൾ നീ അനുഗ്രഹീതനാകും. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഏറെ അർത്ഥസമ്പുഷ്ടമായ വചനഭാഗമാണിത്. ക്രിസ്തു നമുക്ക് നൽകുന്ന ഉറപ്പാണത്. ഈ പുണ്യഭൂമിയിൽ നാം പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദരിദ്രർക്ക് നീ ഉദാരമായി നൽകുമ്പോൾ ദൈവത്തിനാണ് നീ കടം കൊടുക്കുന്നത്. ആ കടം അവിടെ നിന്ന് വീട്ടിക്കൊള്ളും. നാം ബലഹീനരോട് കാണിക്കുന്ന എല്ലാ കാരുണ്യത്തിനും സ്വർഗം നമുക്ക് പ്രതിഫലം നൽകുകയും അനേക തലമുറകളെ അനുഗ്രഹിക്കുവാൻ അത് കാരണമാവുകയും ചെയ്യും. ഈ ലോക ജീവിതത്തിൽ ബലഹീനരെ ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമാണ് നാം ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുക. ഇന്ന് എല്ലാം ഉള്ളവരെ സ്നേഹിക്കുവാൻ, അവരോട് കൂട്ടുകൂടുവാൻ, അവർക്ക് സദ്യ ഒരുക്കുവാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം എന്തെന്നോ, കൊടുത്തതിലും അധികം തിരികെ കിട്ടുമെന്ന പ്രത്യാശയാണ്. ക്രിസ്തു ആ ബോധ്യത്തെ ഖണ്ഡിക്കുകയാണ്. നിങ്ങൾ അപ്രകാരമുള്ള ബോധ്യത്തോടെ, ചിന്തയോടെ നിങ്ങൾ ആർക്കും സദ്യ ഒരുക്കരുത്, നന്മ ചെയ്യരുത്. തിരികെ നൽകാൻ കഴിവില്ലാത്തവരോട് കാണിക്കുന്ന കാരുണ്യം ദൈവത്തോട് കാണിക്കുന്ന കരുണയാണെന്നും അതിന് പ്രതിഫലം നൽകേണ്ടത് ദൈവമാണെന്നും ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധമായ ഈ നവംബർ മാസം നമ്മൾ പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്യുവാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. മരണപ്പെട്ടുപോയ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും സത്യത്തിൽ അപ്രകാരമാണ്. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആരും പ്രാർത്ഥിക്കുവാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, ത്യാഗങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, സെമിത്തേരി സന്ദർശിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അനുഗ്രഹീതരാകും. സ്വർഗം നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും അനുഗ്രഹിക്കുവാൻ കാരണമാകും. നാം ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടു പോയവരുടെ മേലും കാണിക്കേണ്ട കാരുണ്യത്തെക്കുറിച്ച് ഈ മാസം പ്രത്യേകമായി നമ്മെ ഓർപ്പെടുത്തുന്നു. മരണം മൂലം നമ്മളിൽ നിന്ന് വേർപെട്ട എല്ലാ പ്രിയ സഹോദരങ്ങളും നിത്യപിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ നാം കൂടുതൽ കൃപയോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് നമ്മെ ഓർപ്പെടുത്തുന്ന ദിവസങ്ങളാണ്. പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സ്വീകാര്യരായി തീരുക. കർത്താവ് നൽകുന്ന പ്രതിഫലത്തിന് വേണ്ടി ഭൂമിയിൽ ഒന്നും പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുവാൻ, ബലഹീനരോട് പക്ഷം ചേരുവാൻ, അവർക്ക് നൽകുവാൻ കഴിയുന്നത് നൽകാൻ പരിശ്രമിക്കുമ്പോൾ നമ്മളെല്ലാവരും അനുഗ്രഹീതരാകും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.